ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, കഴിഞ്ഞ ക്രിസ്ത്യൻ ധ്യാനത്തിന് കുട്ടികളോട് എങ്ങനെ ചോദിച്ചു ആരാണ് പരിശുദ്ധാത്മാവ് എന്ന്. ഇങ്ങനെ പലരും പല ഉത്തരങ്ങളും പറഞ്ഞപ്പോഴും അതിൽ കൂടുതലായിട്ടും ഇങ്ങനെ പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഒരു പ്രാവാണ് എന്നിങ്ങനെ പറഞ്ഞു. കാരണം നമുക്കറിയാം, സുവിശേഷത്തിൽ ജോർദാൻ നദിയിൽ വെച്ച് ഈശോ സ്നാപയോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയിലേക്ക് എഴുന്നള്ളി വരികയും ചെയ്യുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ദേവാലയങ്ങളിലൊക്കെ പോകുമ്പോൾ ചിത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ മുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ പടം വരച്ചു വെച്ചിരിക്കുന്നതൊക്കെ കാണും. അതുകൊണ്ട് ഇങ്ങനെ കുട്ടികൾ പറഞ്ഞു പരിശുദ്ധാത്മാവ് ഒരു പ്രാവാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവരോട് ചോദിച്ചു ഈ പരിശുദ്ധാത്മാവും പ്രാവും തമ്മിലുള്ള കണക്ഷൻ, ഒരു ബന്ധമുണ്ട്, അതറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ആരും ഇങ്ങനെ അതിനൊരു മറുപടി പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിത് ചിന്തിക്കുന്നതും ധ്യാനിക്കുകയൊക്കെ നല്ലതാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രാവ് വൃത്തിയില്ലാത്തടത്ത് പ്രാവ് വസിക്കത്തില്ല. ഈ പ്രാവ് എപ്പോഴും ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കും. ഈ പ്രാവിനെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ പ്രാവ് തിരിച്ച് ഉപദ്രവിക്കത്തില്ല. അല്ലെ, പ്രാവ് മുട്ടയിട്ട് ഇരിക്കുമ്പോൾ ഈ മുട്ടയൊക്കെ എടുക്കാൻ വേണ്ടി പാമ്പൊക്കെ വരുമ്പോൾ ഈ പ്രാവ് ഇങ്ങനെ മാറിയിരുന്ന് കരയും എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ വിശുദ്ധി വേണം. പരിശുദ്ധാത്മാവുമായിട്ട് എപ്പോഴും ഒരു ബന്ധം പുലർത്തണമെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. പ്രാവ് എപ്പോഴും ഇങ്ങനെ ഉറുകിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മളെപ്പോഴും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെതിരെ തിരിച്ചു പറയാതെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറഞ്ഞ് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ സാധിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഇങ്ങനെ പല കാര്യങ്ങളും ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോൾ ഇവർക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങളിലേക്ക് ഇങ്ങനെ പറഞ്ഞ് ഓരോന്നൊക്കെ കൊടുത്തപ്പോൾ ഇവർക്ക് ഒത്തിരി സന്തോഷമായി. ഇവരെപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കും ഈ പരിശുദ്ധാത്മാവിനെ വേണമെന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാണ്, നമ്മളൊക്കെ പാപത്തിൽ വീണു പോകുന്നവരാണ്. എന്നാൽ വിശുദ്ധ കുമ്പസാരം നടത്തി ദൈവിക വരപ്രസാദത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവുമായുള്ള ആ ബന്ധത്തിലേക്ക്, പരിശുദ്ധാത്മാവുമായുള്ള ഒരു സ്നേഹത്തിലേക്ക്, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുവാനും പരിശുദ്ധാത്മാവ് പറയുന്നത് നമുക്ക് കേൾക്കുവാനും ഒക്കെ സാധിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലരും ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നത് പോലെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഈ പരിശുദ്ധാത്മാവും വചനവുമൊക്കെ കുട്ടികളിൽ നിന്നൊക്കെ അകറ്റിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥ ഇങ്ങനെ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കുഞ്ഞുങ്ങൾക്ക് അനുഭവിച്ച് അറിയുവാൻ കൊടുക്കുമ്പോഴാണ്, അവസരം കൊടുക്കുമ്പോഴാണ് ഇവരുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മോട്ടിവേഷൻ ക്ലാസ് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകത്തില്ല. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ വചനം കേൾക്കണം. നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയണം. എപ്പോഴും സ്തുതിക്കുന്നവരായിട്ട് മാറണം. എപ്പോഴും വിശുദ്ധിയാൽ നിറയപ്പെട്ട് ലോക സുഖങ്ങളിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കുന്നത്. പ്രാവിനെ പോലെ എപ്പോഴും നിഷ്കളങ്കരായിട്ടിരിക്കുവാൻ, വിശുദ്ധിയുള്ളിടത്ത് പ്രാവ് വസിക്കുന്നത് പോലെ, പ്രാവ് എപ്പോഴും കുറുകിക്കൊണ്ടിരിക്കുന്നത് പോലെ, പ്രാവിനെ ഉപദ്രവിക്കുവാൻ വന്നാൽ പോലും അത് ഒഴിഞ്ഞു മാറിപ്പോകുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ പരിശുദ്ധാത്മാവുമായുള്ളൊരു വ്യക്തിബന്ധം പുലർത്തുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.